ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 28ാം ആഴ്ചയിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത 11 സീരിയൽസ്, അതായത് മൊഴിമാറ്റ സീരിയൽസായ അമ്മ മനസ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി 11 സീരിയൽസും നേടിയിരിക്കുന്ന TRP റേറ്റിംഗും അവയുടെ പൊസിഷൻസുമാണ്. മൊത്തത്തിൽ 28ാം വീക്ക് ഏഷ്യാനെറ്റിന് വളരെ നല്ലൊരു വീക്ക് തന്നെയായിരുന്നു. കാരണം ഏഷ്യാനെറ്റിൻ്റെ GRP പോയിന്റ് നല്ല രീതിയിൽ ഉയർന്നിട്ടുള്ളൊരു വീക്കാണ്. 28ാം വീക്കിൽ ഏഷ്യാനെറ്റ് നേടിയിരിക്കുന്ന GRP റേറ്റിംഗ് 716 പോയിൻ്റാണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 688 പോയിൻ്റ് ആയിരുന്നു. അതായത് സംപ്രേഷണം ചെയ്ത 11 സീരിയൽസിൽ ഭൂരിഭാഗം സീരിയൽസിനും TRP റേറ്റിംഗ് തകർച്ച സംഭവിച്ചപ്പോൾ ഏഷ്യാനെറ്റിന് GRP റേറ്റിംഗ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് മറ്റു പ്രോഗ്രാമുകൾക്ക് നല്ലൊരു TRP റേറ്റിംഗ് നേടാൻ സാധിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം പരമ്പരകളും അവ നേടിയിരിക്കുന്ന TRP റേറ്റിംഗും അവയുടെ പൊസിഷൻസും. ഈ ആഴ്ച അവസാന സ്ഥാനം, അതായത് 11ാം സ്ഥാനത്തുള്ളത് സ്നേഹക്കൂട്ടാണ്. സ്നേഹക്കൂട്ട് നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 3.4 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 3.7 ആയിരുന്നു. അതായത് 0.3ൻ്റെ റേറ്റിംഗ് ഇടിവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 10ാം സ്ഥാനത്തുള്ളത് ജാനകിയുടെയും അബിയുടെയും വീട് നേടിയിരിക്കുന്നത് 3.5 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 3.6 ആയിരുന്നു. അതായത് 0.1ൻ്റെ റേറ്റിംഗ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 9ാം സ്ഥാനത്തുള്ളത് ഏതോ ജന്മകൽപ്പനയിൽ നേടിയിരിക്കുന്നത് 3.6 TRP റേറ്റിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 3.9 ആയിരുന്നു. അതായത് 0.3ൻ്റെ റേറ്റിംഗ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 8ാം സ്ഥാനത്തുള്ളത് ഇഷ്ടം മാത്രം നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 5.4 ആണ്. കഴിഞ്ഞ വീക്കിലും ഇതേ TRP റേറ്റിംഗ് തന്നെയായിരുന്നു. 7ാം സ്ഥാനത്തുള്ളത് സാന്ത്വനം 2 ആണ്. സാന്ത്വനം 2 നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 6.5 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 6.7 ആയിരുന്നു. അതായത് തുടർച്ചയായി 2ാം വീക്കിലും റേറ്റിംഗ് ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 6ാം സ്ഥാനത്തുള്ളത് മഴയെത്തും മുൻപെയാണ്. മഴയെത്തും മുൻപേ നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 9.1 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 8.9 ആയിരുന്നു. അതായത് ഇതിൻ്റെ ഓപ്പണിംഗ് വീക്കിൽ 8.9 TRP റേറ്റിംഗ് നേടാനേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2ാം വീക്ക് ആകുമ്പോഴേക്ക് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതായത് റേറ്റിംഗ് ഉയർച്ചയാണ്. 0.2ൻ്റെ റേറ്റിംഗ് ഉയർച്ച. 5ാം സ്ഥാനത്തുള്ളത് മൗനരാഗമാണ്. മൗനരാഗം നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 10 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 10.5 ആയിരുന്നു. അതായത് ഇവിടെ നല്ലൊരു റേറ്റിംഗ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 0.5ൻ്റെ റേറ്റിംഗ് ഇടിവ്. 4ാം സ്ഥാനത്തുള്ളത് പവിത്രമാണ്. പവിത്രം നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 11.9 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 12.1 ആയിരുന്നു. അതായത് പവിത്രത്തിനും ഈ ആഴ്ചയും റേറ്റിംഗ് ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 0.2ൻ്റെ റേറ്റിംഗ് ഇടിവ്. 3ാം സ്ഥാനത്തുള്ളത് ടീച്ചറമ്മയാണ്. ടീച്ചറമ്മ നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 12.5 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 12.6 ആയിരുന്നു. അതായത് 0.1ൻ്റെ നേരിയ റേറ്റിംഗ് ഇടിവ് ടീച്ചറമ്മയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ ആഴ്ച 2ാം സ്ഥാനത്തുള്ളത് പത്തരമാറ്റാണ്. പത്തരമാറ്റ് നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 13.6 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 13.8 ആയിരുന്നു. അതായത് 0.2ൻ്റെ റേറ്റിംഗ് ഇടിവാണ്. ഇവിടെ റേറ്റിംഗ് ഇടിവിനോടൊപ്പം തന്നെ പൊസിഷനും മാറിയിട്ടുണ്ട്. അതായത് കുറേ കാലങ്ങൾക്ക് ശേഷമായിരുന്നു പത്തരമാറ്റിന് കഴിഞ്ഞ വീക്കിൽ 1ാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ആഴ്ചത്തെ 0.2ൻ്റെ റേറ്റിംഗ് ഇടിവോട് കൂടി ആ സ്ഥാനം നഷ്ടപ്പെട്ടു. വീണ്ടും 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടു പോയ 1ാം സ്ഥാനം ഈ ആഴ്ച നല്ലൊരു റേറ്റിംഗ് ഉയർച്ചയോട് കൂടി ചെമ്പനീർ പൂവ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതായത് 28ാം വീക്കിൽ നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 14.2 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 13.7 ആയിരുന്നു. അതായത് ഇവിടെ 0.5ൻ്റെ അധികം റേറ്റിംഗ് ആണ് നേടിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടപരമ്പര ഇതിൽ ഏതെന്നും ഇഷ്ട ജോഡി ആരെന്നും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. മറ്റൊരു സീരിയലിൻ്റെ TRP റേറ്റിംഗ് വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു.